ഹായ് ഹോൾ വെൽക്കം ടു IICT Stack ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. നമ്മൾ മുന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സൈറ്റിൻ്റെ പ്ലാന്. ഇനി നമുക്ക് ഓട്ടോ കാഡിൽ നമുക്ക് ഈ ഒരു സൈറ്റ് പ്ലാന് എങ്ങനെ വരക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്ക് ഓട്ടോ കാഡ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് യൂണിറ്റ്സ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് യൂണിറ്റ്സ് എടുത്തതിന് ശേഷം ഏത് യൂണിറ്റ് ആണോ യൂസ് ചെയ്യുന്നത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ എടുത്തിട്ടുള്ളത് മീറ്റേഴ്സിലാണ്. അപ്പോൾ നമ്മൾ മീറ്റർ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് യൂണിറ്റ്സ്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരയ്ക്കേണ്ടത് നമുക്ക് ഈ ഒരു 1 to 2 ഈ ഒരു പോയിന്റ് 16 മീറ്റർ എന്നുള്ളത് അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വരയ്ക്കുന്നത്. അതിനായിട്ട് നമുക്ക് ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ എന്ന് കാണാം. ലൈൻ എടുത്തതിന് ശേഷം നമ്മൾ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് 16 എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 16 മീറ്ററിൻ്റെ ലൈന് നമുക്കിവിടെ വന്നിട്ടുണ്ട്. 0.1 2 ഇവിടെ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റാണ് 3 എന്ന പോയിന്റാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിനായിട്ട് എങ്ങനെയാണ് നമുക്ക് ഇവിടെ 10 എന്നുണ്ട്. അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് 18.87 മീറ്റർ ആണല്ലേ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് വരയ്ക്കുക? അതിനായിട്ട് നമുക്ക് സർക്കിൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. സർക്കിൾ എടുക്കുക. അതിനുശേഷം 0.2 എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് റേഡിയസ് കാണുന്നത് 10 എന്ന് എൻ്റർ ചെയ്യാം. ഒരു സർക്കിൾ ഫോം ആയിട്ടുണ്ട്. അതുപോലെ സർക്കിൾ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു 0.1 എന്നുള്ളതിലും നമ്മുടെ 18.87 മീറ്റർ എന്നുള്ളത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന ഈ ഒരു പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്ത ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ 0.3 എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 0.2 നിന്ന് ഈ ഒരു പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 0.3 എന്നുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സർക്കിൾ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത പോയിന്റ് കിട്ടേണ്ടത് 4 ആണ്. ആ 4 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കാണാം 1 നിന്ന് 4ലേക്ക് 13 മീറ്ററും അതുപോലെ 2 എന്നുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് 20.62 മീറ്ററും അല്ലേ. അപ്പോൾ നമുക്ക് സർക്കിള് വീണ്ടും എടുക്കുക. 0.2 നിന്ന് 20.62 മീറ്ററിൻ്റെ സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 0.1 നിന്ന് 13 മീറ്റർ ആണ് ഉള്ളത്. അത് നമുക്ക് സർക്കിളിൽ 1 ക്ലിക്ക് ചെയ്ത് സർക്കിൾ വരച്ചതിന് ശേഷം 13 നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റ് ഈ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് ആണ് 0.4 എന്നുള്ളത്. ഇവിടെ ഈ രണ്ട് സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്ത ഈ ഒരു പോയിന്റ് ആണ് 4 എന്നുള്ളത്. ലൈൻ എടുക്കുക. ലൈനിലെടുത്ത് 0.1 നിന്ന് 4ലേക്ക് ലൈൻ വരക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പോയിന്റ് നമുക്ക് 4.1 2 3 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സർക്കിൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു 3ഉം 4ഉം നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് പ്ലാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡയമെൻഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.